പ്രിയമുള്ളവരെ, നമ്മുടെ വെബ്സൈറ്റ് വഴി നിങ്ങൾക്ക് എങ്ങനെ ഒരു എക്സ്ട്രാ ഡിസ്കൗണ്ട് നേടാം എന്ന് നമുക്കൊന്ന് നോക്കാം. എങ്ങനെയാണ് നമ്മുടെ വെബ്സൈറ്റ് വഴി പർച്ചേസ് ചെയ്യുന്ന കാര്യങ്ങൾ ഒക്കെ നമുക്ക് ഈ വീഡിയോയിലൂടെ ഒന്ന് നോക്കാം. നിങ്ങൾ നമ്മുടെ ഒരു പ്രോഡക്റ്റ് ഇൻസ്റ്റാഗ്രാം പേജിൽ കണ്ട് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുക. അപ്പോൾ ആ ഇൻസ്റ്റാഗ്രാം പേജിൽ കണ്ട പ്രോഡക്റ്റിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ നമ്മൾ അതിൻ്റെ ഒരു പ്രൊഡക്റ്റ് കോഡ് കൊടുത്തിട്ടുണ്ടാവും. എല്ലാ പ്രോഡക്റ്റിനും നമ്മൾ ഒരു പ്രൊഡക്റ്റ് കോഡ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ആ പ്രൊഡക്റ്റ് കോഡ് ഏതാണെന്ന് കോപ്പി ചെയ്യുക, ഇല്ലെങ്കിൽ നോക്കി വെക്കുക. അതിനുശേഷം നമ്മുടെ വെബ്സൈറ്റിൽ വരിക, www.boongids.com എന്ന് പറഞ്ഞ വെബ്സൈറ്റിൽ വരിക. അതിൻ്റെ മുകളിൽ തന്നെ സെർച്ച് ബാർ ഓപ്ഷൻ കാണും. ഡെസ്ക്ടോപ്പിലാണെങ്കിൽ മുകളിലായിരിക്കും കാണുന്നത്, മൊബൈലിലായിരിക്കുമ്പോൾ അതിൻ്റെ താഴെ ആയിരിക്കും സെർച്ച് ഓപ്ഷൻ കാണുന്നത്. അവിടെ നമ്മൾക്ക് വേണ്ട ഐറ്റത്തിൻ്റെ കോഡ് പേസ്റ്റ് ചെയ്യുക, എന്നിട്ട് കോഡ് നമ്മൾ സെർച്ച് ചെയ്യുക. കോഡ് സെർച്ച് ചെയ്യുമ്പോൾ ആ പർട്ടിക്കുലർ പ്രൊഡക്റ്റ് കിട്ടും. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ അതിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് കാര്യങ്ങൾ വരും. അതിൻ്റെ ഏതൊക്കെ ഏജുകളുണ്ട്, അതിൻ്റെ റേറ്റ് എത്രയാണ്, അതിൻ്റെ സ്റ്റിച്ചിങ് ഡിസ്പാച്ചിങ് ടൈം, ഈ കാര്യങ്ങളൊക്കെ അതിനകത്ത് കാണിക്കുന്നതായിരിക്കും. അപ്പോൾ അതിനകത്ത് നമ്മൾ ആദ്യം ചെയ്യേണ്ടത് നമ്മുടെ കുട്ടിയുടെ ഏജ് എത്രയാണെന്ന് നോക്കുക. അപ്പോൾ ആ ഏജ് വെച്ചിട്ട് നമ്മുടെ സൈസ് ചാർട്ടുമായിട്ടൊന്ന് മാച്ച് ചെയ്ത് നോക്കുക. അപ്പോൾ അതിനകത്ത് സൈസ് ചാർട്ടിൽ നമ്മൾ മെയിനായിട്ട് നോക്കേണ്ടത് ചെസ്റ്റ്, വേസ്റ്റ്, പിന്നെ ലെങ്ത്ത്. അതാണ് നമ്മൾ മെയിനായിട്ട് നോക്കേണ്ട കാര്യങ്ങൾ. അപ്പോൾ അത് നമ്മൾ നോക്കിക്കഴിയുമ്പോൾ നമ്മൾ ടൈറ്റായിട്ടാണ് മെഷർമെൻറ്റ് എടുക്കേണ്ടത്, ചെസ്റ്റിൻ്റെയും വേസ്റ്റിൻ്റെയും. അപ്പോൾ നമ്മൾ ടൈറ്റ് ആയിട്ടുള്ള മെഷർമെൻറ്റ് എടുത്തിട്ട് നമ്മൾ എടുത്ത മെഷർമെൻറ്റ് എത്രയാണോ അതിലും തൊട്ട് അടുത്ത സൈസാണ് നമ്മൾ ഓർഡർ ചെയ്യേണ്ടത്. കാരണം നമ്മൾ ടൈറ്റ് ആയിട്ടുള്ള മെഷർമെൻ്റ് ആണല്ലോ എടുത്തിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ തൊട്ട് മുകളിലുള്ള സൈസ് ഓർഡർ ചെയ്താലാണ് കുട്ടിയെ കംഫർട്ടായിട്ട് ഇടാൻ പറ്റുള്ളൂ. അതേപോലെ നമ്മൾ ഈ സൈസ് ചാർട്ടിൽ കൊടുത്തിരിക്കുന്ന അളവുകളെല്ലാം ഇഞ്ചസിലാണ്. അപ്പോൾ അതുകൊണ്ട് ഇഞ്ചസിൽ തന്നെ സൈസ് എടുക്കുക. അപ്പോൾ സൈസ് കറക്റ്റ് ആയതിനു ശേഷം നമ്മുടെ സൈസ് വേണ്ടത് സെലക്ട് ചെയ്യുക. അത് കഴിഞ്ഞ് ആഡ് ടു കാർട്ട് കൊടുക്കുക. ആഡ് ടു കാർട്ട് കൊടുത്തു കഴിയുമ്പോൾ നമ്മുടെ ഐറ്റം കാർട്ടിൽ ആഡായിട്ടുണ്ട്. അപ്പോൾ അടുത്ത സ്റ്റേജ് എന്ന് പറഞ്ഞു കഴിയുമ്പോൾ നമ്മളത് ചെക്കൗട്ട് ചെയ്യാൻ പോവുകയാണ്. ചെക്കൗട്ട് എന്ന് വെച്ചാൽ നമ്മൾ അതിന് പേയ്മെൻറ്റ് കാര്യങ്ങൾ ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ ചെക്കൗട്ട് കൊടുത്തു കഴിയുമ്പോൾ ആദ്യം നമ്മുടെ ഫോൺ നമ്പർ ചോദിക്കുന്നു, നമ്മൾ ഫോൺ നമ്പർ കൊടുക്കുന്നു. അത് കഴിഞ്ഞ് ബില്ലിംഗ് ആൻഡ് ഡെലിവറി അഡ്രസ്സ് നമ്മൾ ഫില്ല് ചെയ്യുന്നു. സ്ട്രീറ്റ് അഡ്രസ്സ്, സിറ്റി, പിൻകോഡും ഫോൺ നമ്പറും നമുക്ക് മസ്റ്റാണ്. പിൻകോഡില്ലാതെ നമുക്ക് കറക്റ്റായിട്ട് അയക്കാൻ പറ്റത്തില്ല. ഏതാണ് നമ്മുടെ പ്രിഫേർഡ് കൊറിയർ മെത്തേഡ് എന്നും കൂടെ ഒന്ന് ചൂസ് ചെയ്യേണ്ടതായിട്ട് വരും. ഇതിനകത്ത് നമുക്കിപ്പോൾ DTDC ഉണ്ട്, ഇന്ത്യ പോസ്റ്റ് ഉണ്ട്, ST കൊറിയർ ഉണ്ട്. ഈ 3 സർവീസ് ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അടുത്തുള്ള സർവീസ് ഏരിയ ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ചൂസ് ചെയ്യേണ്ടതായിട്ട് വരും. അപ്പോൾ നമ്മുടെ കാർട്ടിൽ ആഡ് ചെയ്തു, നമ്മൾ അഡ്രസ്സൊക്കെ ചെക്ക് ചെയ്തു. അതിനുശേഷം നമ്മൾ ചെക്കൗട്ട് പോകണം. അപ്പോൾ ചെക്കൗട്ട് പോകുമ്പോൾ നമുക്കൊരു എക്സ്ട്രാ ഡിസ്കൗണ്ട് വേണം. അപ്പോൾ അതിനെന്താണ് ഒരു ഓപ്ഷൻ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ സൈറ്റിൽ ഇപ്പോൾ നമ്മളൊരു എക്സ്ട്രാ ഡിസ്കൗണ്ടിൻ്റെ ഒരു ഓഫർ ഇട്ടിട്ടുണ്ട്. അതായത് ഒരു മൺസൂൺ സ്പെഷ്യൽ ഓഫർ 20% ഓഫർ ഇട്ടിട്ടുണ്ട്. നമ്മുടെ സൈറ്റിൻ്റെ മുകളിൽ തന്നെ അത് കാണിക്കും. ഓഫറിൻ്റെ കോഡും കാര്യങ്ങളൊക്കെ മുകളിൽ കാണിക്കും. അപ്പോൾ ഇതിനകത്ത് നമ്മൾ കോഡ് കൊടുത്തിരിക്കുന്നത് MNSPL20 എന്ന് പറഞ്ഞ കോഡാണ്. ആ കോഡ് നമ്മൾ കൂപ്പൺ കോഡ് അപ്ലൈ ചെയ്യുന്നിടത്ത് നമ്മൾ പേസ്റ്റ് ചെയ്യുക, അല്ലെങ്കിൽ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമ്മൾ അപ്ലൈ കൊടുത്തു കഴിയുമ്പോൾ നമുക്ക് ആ എക്സ്ട്രാ 20% ഡിസ്കൗണ്ട് കാർട്ടിലുള്ള എമൗണ്ടിൽ നിന്ന് കുറഞ്ഞിട്ടുണ്ടാവും. അതിനുശേഷം നമ്മൾ പേയ്മെൻറ്റ് മെത്തേഡിലേക്ക് പോകണം. പ്ലേസ് ഓർഡർ ക്ലിക്ക് ചെയ്യുമ്പോൾ പേയ്മെൻറ്റ് പേജിലേക്ക് പോകും. അപ്പോൾ പേയ്മെൻറ്റ് പേജിലേക്ക് പോയി കഴിയുമ്പോൾ ഡെസ്ക്ടോപ്പിൽ നിന്നാണെങ്കിൽ QR കോഡ് കാണിക്കും. മൊബൈലിലാണെന്നുണ്ടെങ്കിൽ UPI ഓപ്ഷൻ, ഗൂഗിൾ പേ, ഫോൺ പേ, ഈ ഓപ്ഷൻസ് കാണിക്കും. ഇല്ലെങ്കിൽ നമുക്ക് UPI ID കൊടുത്ത് ചെയ്യാം. അതിനുള്ള ഓപ്ഷൻസ് ഉണ്ട്. ഇനിയിപ്പോൾ അതല്ല UPI ഇല്ലെങ്കിൽ നമുക്ക് ഡെബിറ്റ് കാർഡോ ക്രെഡിറ്റ് കാർഡോ വെച്ച് ചെയ്യാം. അതല്ലെങ്കിൽ നെറ്റ് ബാങ്കിങ് വെച്ച് ചെയ്യാം. ഏത് ഓപ്ഷനാണോ നമുക്ക് കൺവീനിയൻറ്റ് അത് വെച്ച് നമുക്ക് പേയ്മെൻറ്റ് ചെയ്യാവുന്നതായിരിക്കും. അതുപോലെ നമുക്ക് ഇന്ത്യയിലുള്ള കാർഡുകളായിരിക്കും നമുക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. പുറത്തുള്ള ഇന്റർനാഷണൽ കാർഡ്സിന്റെ പേയ്മെന്റ് നമുക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. പേയ്മെന്റ് നമ്മൾ കംപ്ലീറ്റ് ചെയ്യുന്നു. അതിനുശേഷം നമ്മൾ തിരിച്ച് വെബ്സൈറ്റിലേക്ക് വരികയാണ്. അപ്പോഴാണ് പർച്ചേസ് കംപ്ലീറ്റ് ആവുന്നത്. നമ്മൾ ഈ പേയ്മെന്റ് ചെയ്ത് അപ്പം തന്നെ ഇതൊരു 2 സെക്കൻഡ് കഴിഞ്ഞിട്ടായിരിക്കും വെബ്സൈറ്റിലേക്ക് റീഡയറക്റ്റ് ആവുന്നത്. അങ്ങനെ വന്നാൽ മാത്രമാണ് നമുക്ക് ഓർഡർ കറക്റ്റായിട്ട് ട്രാക്ക് ആവുള്ളൂ. അങ്ങനെ നമ്മളിപ്പോൾ പേയ്മെന്റ് വന്ന് തിരിച്ച് വെബ്സൈറ്റിലേക്ക് വരുന്നതിന്, ബൂൺഗിഡ്സിലേക്ക് വരുന്നതിന് മുന്നേ നിങ്ങൾ ക്ലോസ് ചെയ്ത് പോയി കഴിഞ്ഞാൽ പേയ്മെന്റ് പോകും, പക്ഷേ നമുക്ക് വെബ്സൈറ്റിൽ നോട്ടിഫിക്കേഷൻ വരില്ല. അതാണ് നമ്മുടെ ഒരു കറക്റ്റ് പ്രോസസ്സ്. ഒരു 2 സെക്കൻഡ് വെയിറ്റ് ചെയ്താൽ മതിയോ, 2-3 സെക്കൻഡ് വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ തിരിച്ച് വെബ്സൈറ്റിലേക്ക് പോകും. അപ്പോൾ നിങ്ങളുടെ ഓർഡർ സൈറ്റിൽ രജിസ്റ്റർ ആയിട്ടുണ്ടാവും, ഓർഡർ വന്നിട്ടുണ്ടാവും. നമ്മളത് ഒരു 3 to 5 ഡേയ്സിനുള്ളിൽ നിങ്ങൾക്ക് ഡെസ്പാച്ച് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ 1-2 കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സൈസ് കറക്റ്റായിട്ട് നോക്കുക. അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കുട്ടിക്ക് ഒരു സാധനം നമ്മൾ ഓർഡർ ചെയ്ത് കിട്ടിക്കഴിയുമ്പോൾ കറക്റ്റ് സൈസിലാണെന്നുണ്ടെങ്കിൽ കുട്ടിക്കും ഫിറ്റ് ആയിരിക്കും, നിങ്ങൾക്കും പിന്നെ അതൊരു ഡിസ്കംഫർട്ടൻസോ കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. നമുക്ക് ഓരോ സമയത്തും ഓരോരോ ഓഫറുകളുണ്ട്. അപ്പോൾ അത് വെബ്സൈറ്റിൽ മാത്രമായിരിക്കും നമുക്ക് ഓഫർ അവൈലബിൾ ആവുക. ഇതുപോലുള്ള പുതിയ ഓഫറുകൾ വരുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് നമ്മുടെ വെബ്സൈറ്റ് ചെക്ക് ചെയ്യുക. പുതിയ ഐറ്റംസ് വരുന്നുണ്ടാവും, അപ്ഡേറ്റ്സ് ഉണ്ടാവും. അപ്പോൾ എല്ലാവർക്കും ഹാപ്പി ഷോപ്പിംഗ്. താങ്ക്